പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. ഇതാ, ഉലയുന്ന വള്ളത്തിലേക്ക്, ഭയചകിതരായ ശിഷ്യരുടെ അടുത്തേക്ക്, ഇളകിമറിയുന്ന തിരമാലകൾക്ക് മീതെ അധികാരമുള്ള ഈശോ നടന്നു വരികയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു തിരുവചന ഭാഗം തന്നെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുക. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. ശിഷ്യന്മാർ ഒന്ന് ആഗ്രഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ ആ ആഗ്രഹത്തിലൂടെ അവരുടെ വള്ളം ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നാണ് തിരുവചനം പറയുക. പ്രിയമുള്ളവരെ, ഒന്ന് ആഗ്രഹിക്കുക മാത്രം ചെയ്തപ്പോൾ ഈശോ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ വലിയ അപകടത്തിൽ നിന്നും അവരെ ഈശോ രക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന ആ വള്ളത്തിൽ ഈശോയെ നമ്മളൊന്ന് കയറ്റാൻ ആഗ്രഹിച്ചാൽ മാത്രം മതി. പിന്നീട് നടക്കുന്നത് അത്ഭുതങ്ങളായിരിക്കും. നമ്മൾ അഭിമുഖീകരിക്കുന്ന, നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും നമുക്ക് ഈശോയെ ക്ഷണിക്കാം. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്നാണ് എന്നെ നീ സഞ്ചരിക്കുന്ന വള്ളത്തിലേക്ക് കയറ്റുക? നമുക്കും ഈശോയെ ക്ഷണിക്കാം. നമ്മളുടെ പ്രതിസന്ധികളിലേക്ക്, രോഗപീഠകളിലേക്ക്, സഹനങ്ങളിലേക്ക് ഈശോ കടക്കട്ടെ. ഈശോ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കുവാൻ അവിടുന്ന് നമ്മളെ നയിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ഇടപെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.